Special kind of operators. ആദ്യം പഠിക്കുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, യൂസർ ടു പെർഫോം ഇൻപുട്ട് ഓപ്പറേഷൻ. ഒരു പ്രോഗ്രാമിനകത്ത് ഇൻപുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിന്റെ സിമ്പിള് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, രണ്ട് ലെസ് ദാൻ സിമ്പിൾ ആണ്. ഇതിന് അറിയപ്പെടുന്ന പേര് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അപ്പോൾ C++ പ്രോഗ്രാമിനകത്ത് ഇൻപുട്ട് ഓപ്പറേഷൻ, അതായത് ഇൻപുട്ട് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുക. നമ്മൾ കൂടുതലും ഇൻപുട്ട് ചെയ്യുന്നത് കീബോർഡ് വഴിയാണ്. അപ്പൊ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി, അതാണ് ഗെറ്റ് ഫ്രം എ വാല്യൂ, ഗെറ്റ് എ വാല്യൂ ഫ്രം കീബോർഡ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പം ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഇൻപുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അടുത്ത ഓപ്പറേറ്റർ ഇതേപോലെ തന്നെ ഇതിന്റെ അടുത്ത ഓപ്പറേഷൻ ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിന്റെ പേര് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ സിമ്പിള് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്, ലെസ് ദാൻ സിമ്പിൾ ആണ്. അതിന്റെ പേര് പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. അപ്പൊ ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആൻഡ് പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇതാണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിൽ ആദ്യത്തെ. ഒന്നാമത്തെ ഇൻപുട്ട് ഓപ്പറേറ്റർ, യൂസർ ടു പെർഫോം ഇൻപുട്ട് ഓപ്പറേഷൻ. Operator is known as get from or extraction operator. രണ്ടാമത്തെ output operator. Operator symbol it is known as put to or insertion operator. Output operator is used to perform output operation. Input operator is used to perform input operation. ഇനി ഇത് കൂടാതെ വരുന്ന അടുത്ത ഓപ്പറേറ്റർ മൂന്നാമത്തേത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ. അസൈൻ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുക. ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതിന്റെ സിമ്പിൾ ഈ കാണുന്ന ഒരു ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല. ഈക്വൽ ടു C++ ഡബിൾ ആണ്. നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഈക്വൽ ടു സിമ്പിൾ, അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വെച്ചാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ ഓർ സ്റ്റോർ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതാണ് മൂന്നാമത്തെ സ്പെഷ്യൽ ഓപ്പറേറ്റർ. ഇനി നാലാമത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നേരത്തെ യൂണറി ഓപ്പറേറ്ററിന്റെ രൂപത്തിൽ എഴുതിയതാണ് പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസിന്റെ ഉപയോഗം ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്നാണ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ അറിയപ്പെടുന്ന പേരാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. അതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് വൺ ടു ഇറ്റ്സ് ഓപ്പറാൻഡ്. അതിന്റെ ഓപ്പറാൻഡിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എ പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ അതിന്റെ ഓപ്പറാൻഡ് എ ആണ്. ഇറ്റ് മീൻസ് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് 1 എന്നാണ് അതിന്റെ അർത്ഥം. എയോടൊപ്പം ഒന്ന് ആഡ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പറാൻഡിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. അതുപോലെ തന്നെ അടുത്ത ഓപ്പറേറ്റർ, ഇതിന്റെ ഓപ്പോസിറ്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഡിക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സബ്ട്രാക്ട് 1 ഫ്രം ഇറ്റ്സ് ഓപ്പറാൻഡ്. ഒരു അതിന്റെ ഓപ്പറാൻഡിൽ നിന്നും ഒന്ന് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇത് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് എ മൈനസ് മൈനസ് എന്ന് എഴുതിയാൽ ഇറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു എ മൈനസ് 1. എയിൽ നിന്നും ഒന്ന് കുറയ്ക്കും. ഇതാണ് ഇത് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്യാം. ഒന്നാമത്തെ രീതി പ്രിഫിക്സ് ഫോം. പ്രിഫിക്സ് ഫോം. പ്രിഫിക്സ് ഫോമിനകത്ത് എഴുതുന്നത് പ്ലസ് പ്ലസ് എക്സ് എന്നോ മൈനസ് മൈനസ് എക്സ് എന്നോ എഴുതിയാൽ ഇറ്റ് ഈസ് നോൺ ആസ് പ്രിഫിക്സ് ഫോം. രണ്ടാമത്തെ ഫോം പോസ്റ്റ് ഫിക്സ് ഫോം. പോസ്റ്റ് ഫിക്സ് ഫോം. പോസ്റ്റ് ഫിക്സ് ഫോം എന്തെന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് പ്ലസ് എന്നോ എക്സ് മൈനസ് മൈനസ് എന്നോ എഴുതിയാൽ അതിനെ പറയുന്ന പേര് പോസ്റ്റ് ഫിക്സ് ഫോം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ two forms, prefix form and postfix form. അപ്പൊ ഇനി പ്രിഫിക്സ് ഫോമും പോസ്റ്റ്ഫിക്സ് ഫോമിന് ഡിഫറൻസ് ആണ്. പ്രിഫിക്സ് ഫോം നോക്കിക്കോ. പ്രിഫിക്സ് ഫോം എന്തെന്ന് വെച്ചാൽ പ്രിഫിക്സ് ഫോം ഈസ് ആൾസോ നോൺ ആസ് ചേഞ്ച് ദെൻ യൂസ്. പ്രിഫിക്സ് ഫോം ഈസ് ആൾസോ നോൺ ആസ് ചേഞ്ച് ദെൻ യൂസ്. അതായത് ചേഞ്ച് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. A is equal to 5, B is equal to 3, C is equal to plus A, D is equal to minus B. എന്നാൽ ആ വാല്യൂ ഓഫ് A B C D എന്തെന്ന് ചോദിച്ചാൽ
ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ എന്ത്, ബി എന്ത്, സി എന്ത്, ഡി എന്ത്, ഇതാണ് ആൻസർ എഴുതേണ്ടത്. അപ്പം ഇവിടെ നോക്കേണ്ടത് ഏത് ഫോമാണ് നോക്കണം. അപ്പൊ പ്ലസ് പ്ലസ് എ എന്നും മൈനസ് മൈനസ് ബി എന്നാണ്. അപ്പൊ ആദ്യം ഓപ്പറേറ്റർ പിന്നെ ഓപ്പറാൻഡ്. ഫസ്റ്റ് ഓപ്പറേറ്റർ then operand means prefix form. Prefix form is also known as change then use. ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതായത് ഈ എ എന്ന് പറയുന്ന വാല്യൂവിനോടൊപ്പം എയുടെ വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷം അത് സി എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ രണ്ടാമത്തേതാണെങ്കിൽ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷം ബിക്ക് അപ്പോൾ ചേഞ്ച് ആയ വാല്യൂ ഡിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അതാണ് ചേഞ്ച് ദെൻ യൂസ്. അപ്പം ഇവിടുത്തെ സിയുടെ വാല്യൂ എന്തായിരിക്കും? സിയുടെ വാല്യൂ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. പ്ലസ് പ്ലസിന്റെ എന്താണ്? ഇൻക്രിമെന്റ് ചെയ്യാന്നാണ്. എയോടൊപ്പം ഒന്ന് കൂട്ടുക എന്നാണ്. അപ്പം എയുടെ കറണ്ട് വാല്യൂവിനോടൊപ്പം എയുടെ അപ്പോഴത്തെ വാല്യൂവിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യും. എയുടെ അപ്പോഴത്തെ വാല്യൂ 5 ആണ്. 5നോടൊപ്പം ഒന്ന് ആഡ് ചെയ്യും. ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 6 ആവും. അപ്പൊ എയുടെ വാല്യൂ ചേഞ്ച് ടു 6. അപ്പൊ എ 6 ആയി മാറി. ആ 6 ആയതിനു ശേഷം ആ 6 എന്ന വാല്യൂ സിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ സിയുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇതാണ് പ്ലസ് പ്ലസ് ഓർ പ്രിഫിക്സ് ഫോമിന്റെ ഉപയോഗം. അവിടെ ഡിയുടെ വാല്യൂ, അപ്പൊ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഡിക്ക് അകത്തേക്ക് സ്റ്റോർ ചെയ്യാന്നുണ്ട്. അപ്പൊ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ബിയുടെ വാല്യൂ മൈനസ് മൈനസ് ബി എന്നാണ്. മൈനസ് മൈനസ് ബി മീൻസ് ബിയിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പൊ ബിയുടെ കറണ്ട് വാല്യൂ 3 ആണ്. 3യിൽ നിന്ന് 1 മൈനസ് ചെയ്യും. 3യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2 വരും. അപ്പൊ ബി ബിക്കംസ് 2. അപ്പൊ 2 എന്ന് ചേഞ്ച് ആയി. then it is used to d. ഡിയിലേക്ക് എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പൊ ഡിയുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 2 ആയിരിക്കും. ഇതാണ് പ്രിഫിക്സ് ഫോം. പ്രിഫിക്സ് ഫോം മീൻസ് change then use, first operator then operand. It is known as prefix form. ഇനി രണ്ടാമത്തേത് പോസ്റ്റ്ഫിക്സ് ഫോം ആണ്. പോസ്റ്റ്ഫിക്സ് ഫോമിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പറാൻഡ് then ഓപ്പറേറ്റർ. ആദ്യം ഓപ്പറാൻഡ് വരും പിന്നെ ഓപ്പറേറ്റർ വരും. എങ്കിൽ അതിനെയാണ് എന്ത് ഫോം എന്ന് പറയുന്നത്? പോസ്റ്റ്ഫിക്സ് ഫോം എന്ന് പറയുന്നത്. പോസ്റ്റ്ഫിക്സ് ഫോം ഈസ് ആൾസോ നോൺ ആസ് യൂസ് then change. പോസ്റ്റ്ഫിക്സ് ഫോമിനെ അറിയപ്പെടുന്ന പേര് യൂസ് then change എന്നാണ്. യൂസ് then change. That means the value of the variable is used then it is changed എന്നാണ്. എക്സാമ്പിൾ നോക്കാം. a സമം 5 എന്ന് തന്നെയാണ്. b സമം 3 എന്ന് തന്നെയാണ്. c സമം a പ്ലസ് പ്ലസ്, d സമം b മൈനസ് മൈനസ്. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ ആദ്യം a സമം 5, b സമം c സമം a പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ എയുടെ അപ്പോഴത്തെ വാല്യൂ സിയിലേക്ക് സ്റ്റോർ ചെയ്യുക. എയുടെ അപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 5 എന്ന വാല്യൂ സിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ സിയുടെ വാല്യൂ 5 എന്നായിരിക്കും. അതിനുശേഷം എ ഈസ് ചേഞ്ച്ഡ്. എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. എയുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് എയോടൊപ്പം ഒന്ന് ആഡ് ചെയ്യും. എയുടെ വാല്യൂ 5 ആയിരുന്നു. 5നോടൊപ്പം ഒന്ന് ആഡ് ചെയ്യും. അപ്പൊ എ ബിക്കം 6. ഇനി ഇവിടെ ഡി സമം മൈനസ് ബി മൈനസ് മൈനസ് എന്ന് എഴുതിയാൽ എന്ത് ഫോമാണ്? പോസ്റ്റ്ഫിക്സ് ഫോം ആണ്. ദാറ്റ് ഈസ് യൂസ് then change. ദാറ്റ് ഈസ് യൂസ് ദി കറന്റ് വാല്യൂ ഓഫ് ബി ടു ഡി. ഡിയിലേക്ക് ബിയുടെ കറന്റ് വാല്യൂ സ്റ്റോർ ചെയ്യുക. ബിയുടെ കറന്റ് വാല്യൂ 3 ആണ്. 3 എന്നുള്ളത് ഡിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പം ഡി ബിക്കം 3. then b is changed. ബിയുടെ വാല്യൂ ചേഞ്ച് ആവും. ബിയുടെ വാല്യൂ 1 കുറയും. 3 എന്ന് പറഞ്ഞാൽ 2 ആണ് ഡിഫറൻസ്. പ്രിഫിക്സ് ഫോമും പോസ്റ്റ്ഫിക്സ് ഫോമും. പ്രിഫിക്സ് ഫോം എന്ന് വെച്ചാൽ change then used. First the value of the operand is changed then it is used an expression. Postfix form ചോദിച്ചാൽ use then change. First the value of variable is used then it is changed. That is prefix form and postfix form. Increment operator, decrement operator ശ്രദ്ധിച്ചോളാം. Increment operator ഉപയോഗിച്ച് വെച്ചാൽ increment operator is used to add 1 to its operand. Decrement operator is used to subtract 1 from its operand. It can be used in two forms, prefix form and postfix form. Prefix form means change then use. That is first operator then operand. It is known as prefix form. Postfix form means use then change. That is first operand then operator. It is known as postfix form. ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും. പ്രിഫിക്സ് ഫോമിന്റെ എക്സാമ്പിൾ ആണ് ഈ എഴുതിയിരിക്കുന്നത്. പ്രിഫിക്സ് ഫോം ഇത് പോസ്റ്റ്ഫിക്സ് ഫോം. പോസ്റ്റ്ഫിക്സ് ഫോം കിടക്കുന്നത്. ഇതാണ് പ്രിഫിക്സ് ഫോം ആൻഡ് പോസ്റ്റ്ഫിക്സ് ഫോം. അപ്പൊ ഇതാണ് അടുത്ത ഓപ്പറേറ്റർ. സ്പെഷ്യൽ ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. യൂസർ ടു ഇൻപുട്ട് എ വാല്യൂ. ഓപ്പറേറ്ററിന്റെ പേര് വെച്ചാൽ ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. രണ്ടാമത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പുട്ട് ഇറ്റ് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. മൂന്നാമത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. യൂസർ ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. നാലാമത്തത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി.
increment operator and decrement operator രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. പ്രിഫിക്സ് ഫോം ആൻഡ് പോസ്റ്റ്ഫിക്സ് ഫോം. പ്രിഫിക്സ് ഫോം is also known as change then use. Postfix form is also known as use then change. ഇനി അടുത്ത ഓപ്പറേറ്റർ ആറാമത്തെ ഓപ്പറേറ്ററിന്റെ പേര് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആറാമത്തെ സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ഓപ്പറേറ്റർ എന്ന് പറയുന്ന അഞ്ചെണ്ണമാണ്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, mod equal to ആണ് the arithmetic assignment operator, also known as shorthand operator. C++ നകത്ത് ഉപയോഗിക്കുന്ന shorthand ഓപ്പറേറ്ററുകളെയാണ് എന്ന് പറയുന്നത് arithmetic assignment operator എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പൊ a സമം a പ്ലസ് 10 എന്ന് എഴുതിയാൽ ഇതിന്റെ അർത്ഥം ഇവിടെ a എന്ന് പറയുന്ന a പ്ലസ് 10 എന്ന് പറയുന്ന arithmetic ഓപ്പറേറ്റർ ആണ്. ആ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പ്ലസ് എഴുതി. പ്ലസ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അപ്പൊ എ പ്ലസ് 10 എന്ന് പറയുന്ന അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. ആ അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ വാല്യൂ ഈ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത് ഓപ്പറേറ്റർ ആവുന്നത്? അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആവുന്നത്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേഷൻ നമുക്ക് ഈ C++ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ വെച്ച് എഴുതാം. എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം അതിന്റെ വേരിയബിൾ എടുക്കുക. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ എ ആണ്. ദെൻ arithmetic operator plus, then assignment operator equal to, then the value 10. അപ്പൊ a plus is equal to 10 എന്ന് എഴുതിയാൽ അതിനർത്ഥം a is equal to a plus 10 എന്നാണ്. അതാണ് arithmetic assignment operator. അപ്പൊ ഇങ്ങനെ ഒരു arithmetic assignment operation എഴുതിയാൽ arithmetic assignment operationനെ ഷോർട്ട് ഹാൻഡ് ചെയ്യാൻ വേണ്ടി, ചുരുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് arithmetic assignment operator. അതിന്റെ എക്സാമ്പിൾ ചെയ്താൽ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം b സമം b മൈനസ് 10 എന്ന് എഴുതിയാൽ നമുക്ക് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? b മൈനസ് is equal to 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ c സ്റ്റാർ is equal to 5 എന്ന് എഴുതിയാൽ അതിന്റെ നോർമൽ ഫോം എന്താണ്? c is equal to c സ്റ്റാർ 5 എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേഷനെ എന്ത് ചെയ്യാൻ വേണ്ടി, ഷോർട്ട് ഹാൻഡ് ചെയ്യാൻ വേണ്ടി, ചുരുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്തൊക്കെയാണ്? പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. ആൾസോ നോൺ ആസ് C++ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റയുടെ സൈസ്, അതുപോലെ തന്നെ ടൈപ്പ്, അതിന്റെ സൈസ്, പിന്നെ റേഞ്ച്, പ്രിസിഷൻ, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആർ കാൾഡ് ഡേറ്റ ടൈപ്സ്. അപ്പൊ ഡേറ്റ ടൈപ്സ് ആർ കീവേഡ്സ്. ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് കീവേഡുകളാണ്. യൂസ്ഡ് ടു സ്പെസിഫൈ ടൈപ്പ്, സൈസ്, റേഞ്ച് ഓർ പൊസിഷൻ ഓഫ് ഡേറ്റ യൂസ്ഡ് ഇൻ എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റയുടെ ടൈപ്പും സൈസും റേഞ്ചും പൊസിഷനും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആർ കാൾഡ് ഡേറ്റ ടൈപ്സ്. അത്തരത്തിലുള്ള ഡേറ്റ ടൈപ്സിനെ C++ പ്രധാനമായും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. രണ്ട് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. മൂന്ന് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. Data types are classified into three types: fundamental data types, user defined data types and derived data types. The fundamental data type ആണ്. Fundamental data types are also known as built-in data type. Fundamental data type നെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് built-in data type. Built-in data type. Fundamental data types are also known as built-in data types. It is atomic in nature. Atomic nature എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. Atomic nature means it cannot be broken into small units. പിന്നെയും അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ atomic nature എന്ന് പറയുന്നത്. അതായത് fundamental data types are also known as built-in data type. C++നകത്ത് പ്രധാനമായും 5 ടൈപ്പ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകളാണ് ഉള്ളത്. C++ 5 ടൈപ്പ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പുകളാണ്. ഒന്നാമത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് എന്ന ഡേറ്റ ടൈപ്പാണ്. ഇന്റ് എന്ന ഈ ഡേറ്റ ടൈപ്പിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ് ഇന്റിജർ ഡേറ്റ. എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇന്റിജർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. റെപ്രസെന്റ് ഇന്റിജർ ഡേറ്റ.
ഇന്റിജർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഇന്റ് എന്ന കീവേഡ് വെച്ച് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത്, അതിന്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസ്യൂം 4 bytes ഓഫ് മെമ്മറി. 4 bytes മെമ്മറിയാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റെപ്രസെന്റ് ഇന്റിജർ ഡേറ്റ ഇറ്റ് കൺസ്യൂം 4 bytes ഓഫ് മെമ്മറി. അതിനകത്ത് റേഞ്ച് എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0 ഉൾപ്പെടെ വരുന്ന ഒരു വലിയ റേഞ്ച് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഉണ്ടാവുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ ഇന്റിജർ ഡേറ്റ റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് കൺസ്യൂം 4 bytes ഓഫ് മെമ്മറി. 4 byte മെമ്മറി കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് റെപ്രസെന്റ് യൂസിംഗ് ദി കീവേഡ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? INT എന്ന് പറയുന്ന ഇന്റ് എന്ന കീവേഡ് തന്നെയാണ്. അപ്പൊ ഇറ്റ് ഈസ് റെപ്രസെന്റ് യൂസിംഗ് ദി കീവേഡ് ഇന്റ്. ആദ്യത്തെ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ആണ് ഇന്റ് ഡേറ്റ. ഇന്റ് ഡേറ്റ എന്ന് പറയുന്നത് ഇന്റിജർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. 4 bytes ആണ്. കീവേഡ് ഇന്റ് തന്നെയാണ്. രണ്ടാമത്തത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് റെപ്രസെന്റ് floating point numbers. Floating point numbers means fractional numbers. Fractional numbers നെ represent ചെയ്യാനാണ്. It consume 4 bytes of memory. കൺസ്യൂം ചെയ്യുന്ന ബൈറ്റ്സ് 4 bytes തന്നെയാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഫ്ലോട്ട് എന്ന കീവേഡ് തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 7 digits ആണ്. 7 digits precision. അപ്പോൾ ഫ്ലോട്ടിന്റെ precision എന്ന് പറയുന്നത് 7 digits ആണ്. അപ്പോൾ ഫ്ലോട്ട് മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഓർ ഫ്രാക്ഷണൽ നമ്പേഴ്സ് കൺസ്യൂം 4 bytes. കീവേഡ് ഫ്ലോട്ട് തന്നെയാണ്. precision 7 digits precision. അടുത്തത് ഡബിൾ ആണ്. ഡബിൾ എന്ന ഡേറ്റ ടൈപ്പ് ആണ്. അത് ലാർജ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഓർ ലാർജ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. വലിയ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വന്നാൽ, അതായത് ഈ ഫ്ലോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത, അതായത് പ്രിസിഷൻ 7നേക്കാൾ കൂടുതൽ വന്നാൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡബിൾ ഉപയോഗിക്കുന്നത്. അതിന്റെ സൈസ് 8 bytes ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 8 bytes ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡബിൾ എന്ന കീവേഡ് ആണ്. കീവേഡ് യൂസ്ഡ് ഈസ് ഡബിൾ. അതിന്റെ പ്രിസിഷൻ ചോദിച്ചാൽ പ്രിസിഷൻ 15 digits precision. ഇതാണ് ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള വ്യത്യാസം. ഫ്ലോട്ടിന്റെ പ്രിസിഷൻ 7 digitsഉം ഡബിളിന്റെ പ്രിസിഷൻ 15 digitsഉമാണ്. അപ്പോൾ ആദ്യത്തേത് ഇന്റ് ആയിരുന്നു. ഇന്റിജർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. 4 bytes ആണ്. കീവേഡ് ഇന്റ് തന്നെയാണ്. രണ്ടാമത്തെ ഫ്ലോട്ട് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. 4 bytes തന്നെയാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഫ്ലോട്ട് എന്നാണ്. പ്രിസിഷൻ 7 digits precision. മൂന്നാമത്തെ ഡബിൾ ആണ്. ലാർജ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. 8 bytes ആണ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെമ്മറി സ്പേസ്. അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡബിൾ തന്നെയാണ്. പ്രിസിഷൻ 15 digits. ഇനി നാലാമത്തത് ചാർ ഓർ ക്യാരക്ടർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. റെപ്രസെന്റ്സ് ക്യാരക്ടർ ഡേറ്റ. അതിനെ കൺസ്യൂം ചെയ്യുന്ന ബൈറ്റ് 1 byte. ഒരു ക്യാരക്ടറിന് 1 byte. അതുപോലെ ചാർ മീൻസ് ക്യാരക്ടർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. കൺസ്യൂം 1 byte. അവസാനത്തത് വോയിഡ് ആണ്. വോയിഡ് റെപ്രസെന്റ് empty set of data. empty set data or null set data. അത് കൺസ്യൂം ചെയ്യുന്ന ബൈറ്റ് എന്ന് പറയുന്നത് 0 byte. അതിന് മെമ്മറി സൈസ് ഇല്ല. 0 byte ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 5 ടൈപ്പ് ആണ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ഓർ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഡേറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ ദി ടൈപ്പ്, സൈസ്, റേഞ്ച് ഓർ പൊസിഷൻ ഓഫ് ഡേറ്റ യൂസ്ഡ് ഇൻ എ C++ പ്രോഗ്രാം. ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന കീവേഡ്സ് ആണ്. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റയുടെ ടൈപ്പും സൈസും റേഞ്ചും പ്രിസിഷനും ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആർ കാൾഡ് ഡേറ്റ ടൈപ്സ്. അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അതിനകത്ത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ആയിരുന്നു. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആർ ആൾസോ നോൺ ആസ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. ഇറ്റ് ഈസ് അറ്റോമിക് നേച്ചർ. അതൊരു അറ്റോമിക് നേച്ചർ ആണ്. അറ്റോമിക് നേച്ചർ മീൻസ് ഇറ്റ് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ്. പിന്നെയും ഡീകമ്പോസ് ചെയ്യാൻ കഴിയില്ല. അതായത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ യൂണിറ്റ്സുകളാക്കി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് അറ്റോമിക് നേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 5 types. ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, ചാർ, വോയിഡ്. അതിൽ ഇന്റ് മീൻസ് represent integer data. Int എന്ന് പറയുന്നത് integer ഡേറ്റയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൺസ്യൂം 4 bytes ഓഫ് മെമ്മറി. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 byte ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഇന്റ് എന്ന കീവേഡ് ആണ്. ഫ്ലോട്ട് മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഓർ ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അതിന്റെ സൈസും 4 byte തന്നെയാണ്. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഫ്ലോട്ട് ആണ്.
പ്രിസിഷൻ ചോദിച്ചാൽ 7 ഡിജിറ്റ്സ് പ്രിസിഷൻ. അടുത്ത ഡബിൾ ആണ്. ഡബിൾ റെപ്രസെന്റ് ലാർജ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. വലിയ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയാണ് ഡബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കൺസ്യൂം ചെയ്യുന്ന ബൈറ്റ്സ് 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ്. കീവേഡ് ഡബിൾ തന്നെയാണ്. പ്രിസിഷൻ 15 ഡിജിറ്റ്സ്, 15 ഡിജിറ്റ്സ് ആണ് ഇതിന്റെ പ്രിസിഷൻ. നാലാമത്തെ ചാർ ആണ്. ചാർ റെപ്രസെന്റ് ക്യാരക്ടർ ഡേറ്റ. ഇറ്റ് കൺസ്യൂം 1 ബൈറ്റ് ഓഫ് മെമ്മറി. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് യൂസ്ഡ് ഈസ് ചാർ. ചാർ എന്ന കീവേഡ് തന്നെയാണ്. അഞ്ചാമത്തെ വോയിഡ് ആണ്. വോയിഡ് റെപ്രസെന്റ് എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ഓഫ് ഡേറ്റ. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റയും റെപ്രസെന്റ് ചെയ്യാൻ ഡേറ്റ ഒന്നുമില്ലാത്തതിനാണ് വോയിഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡസ് നോട്ട് കൺസ്യൂം എനി മെമ്മറി. സോ മെമ്മറി സൈസ് ചോദിച്ചാൽ 0 ബൈറ്റ് ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ചോദിച്ചാൽ കീവേഡ് യൂസ്ഡ് ഈസ് വോയിഡ്. വോയിഡ് എന്ന കീവേഡ് ആണ്. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ചോദിച്ചാൽ 5 ടൈപ്പ്: ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, ചാർ, വോയിഡ്. ഇന്റ് റെപ്രസെന്റ് ഇന്റിജർ ഡേറ്റ 4 ബൈറ്റ്സ്, keyword int. Float represent floating point numbers 4 bytes, keyword float, precision 7 digits. Double represent large floating point numbers 8 bytes, keyword double, precision 15 digits. Char represent character data 1 byte of memory, keyword char. Void represent empty set or null set of data 0 bytes, keyword void. ഇതാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിന്റെ സൈസും റേഞ്ചും പ്രിസിഷനും ഒക്കെ ചേഞ്ച് ചെയ്യാം. സൈസും റേഞ്ചും പ്രിസിഷനും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിനോടൊപ്പം ചേർക്കുന്ന ചില കീവേഡുകളുണ്ട്. ദാറ്റ് കീവേഡ്സ് ആർ നോൺ ആസ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്നറിയപ്പെടും. ടൈപ്പ് മോഡിഫയേഴ്സ് എന്നറിയപ്പെടും. ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പൊ ടൈപ്പ് മോഡിഫയേഴ്സ് ആർ കീവേഡ്സ്. ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്ന കീവേഡുകളാണ്. യൂസ്ഡ് ടു ചേഞ്ച് ദി സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ആയ ഇന്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ എന്നിവയുടെയൊക്കെ സൈസോ റേഞ്ചോ പ്രിസിഷനോ ഒക്കെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആർ കാൾഡ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പൊ ടൈപ്പ് മോഡിഫയർ ചോദിച്ചാൽ എന്ന് പറയും ടൈപ്പ് മോഡിഫയേഴ്സ് ആർ കീവേഡ്സ്. ടൈപ്പ് മോഡിഫയേഴ്സും എന്താണ്? കീവേഡ്സ് ആണ്. യൂസ്ഡ് ടു ചേഞ്ച് ഓർ മോഡിഫൈ സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിന്റെ സൈസും റേഞ്ചും പ്രിസിഷനും ഒക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആർ കാൾഡ് ടൈപ്പ് മോഡിഫയർ. അതിന് പ്രധാനമായി 4 കീവേഡുകളാണ്. ഒന്ന് സൈൻഡ്, 2 അൺസൈൻഡ്, 3 ഷോർട്ട്, 4 ലോങ്. അപ്പം ടൈപ്പ് മോഡിഫയർ 4 എണ്ണമാണ്: സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട് ആൻഡ് ലോങ്. അപ്പൊ ഈ 4 കീവേഡിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഈ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിൽ ഏതിനോടൊപ്പം ചേർന്നാൽ either it changes size, range or position. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഷോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് മോഡിഫയർ ഇന്റിനോടൊപ്പം ചേർന്നാൽ, ഇന്റ് എന്ന് പറയുന്ന ഈ ഡേറ്റ ടൈപ്പിനോടൊപ്പം ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിനോടൊപ്പം ഷോർട്ട് ചേർത്താൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഷോർട്ട് ഇന്റ് എന്ന് എഴുതും. ഷോർട്ട് ഇന്റ്. ഈ ഷോർട്ട് ഇന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഈസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച്ഡ് ഫ്രോം 4 ബൈറ്റ്സ് ടു 2 ബൈറ്റ്സ്. അതിന്റെ സൈസ് 2 ബൈറ്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. അപ്പൊ അവിടെ ഇന്റിന്റെ സൈസ് 2 ബൈറ്റ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇന്റിനോടൊപ്പം ചേർത്ത കീവേഡ് ആണ് ഇത് ഷോർട്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടിനെ എന്ന് പറയാം ടൈപ്പ് മോഡിഫയർ എന്ന് പറയാം. അതുപോലെ ഈ ലോങ് എന്ന് പറയുന്നത് ആരോടൊപ്പം ചേർന്നാൽ? ഡബിളിനോടൊപ്പം ചേർന്നാൽ ഇറ്റ് ബിക്കം ലോങ് ഡബിൾ. ലോങ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഡബിളിന്റെ സൈസ് കൂടും. ഡബിളിന്റെ സൈസ് 8 ആയിരുന്നു. ആ 8 എന്നുള്ളത് എത്ര ബൈറ്റ് ആയി മാറും? 10 ബൈറ്റ്സ് ആയിട്ട് മാറും. 8 എന്നുള്ളത് 10 ബൈറ്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അവിടെ അപ്പൊ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡബിളിനോടൊപ്പം ചേർത്ത് ഏതായിരുന്നു? ലോങ് എന്ന കീവേഡ് ആണ്. അങ്ങനെ ഈ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിനോടൊപ്പം ചേർക്കുന്ന കീവേഡുകൾ അതിന്റെ സൈസോ റേഞ്ചോ പ്രിസിഷനോ ഒക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന അത്തരം കീവേഡുകളെ പറയുന്ന പേരാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട് ആൻഡ് ലോങ്. അടുത്ത ടോപ്പിക് എക്സ്പ്രഷൻ ആണ്. നേരത്തെ പറഞ്ഞതായിരുന്നു. എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറാൻഡ്സ്. ഓപ്പറേറ്ററും ഓപ്പറാൻഡും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ യൂസ്ഡ്. ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനനുസരിച്ച് എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. അതിൽ ഒന്നാമത്തത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. Arithmetic expression. അപ്പൊ അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ ഉപയോഗം എന്തായിരിക്കും? അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അപ്പൊ അതിന്റെ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും.
റിസൾട്ടും ന്യൂമറിക്കൽ വാല്യൂ തന്നെ ആയിരിക്കും. അപ്പൊ ഓപ്പറാൻഡ്സ് ആൻഡ് റിസൾട്ട് ഓഫ് ഓൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആർ ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറാൻഡ്സിന്റെ അനുസരിച്ച് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ്സ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ഒന്ന് ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അപ്പൊ ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നും അരിത്തമെറ്റിക് എക്സ്പ്രഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ? ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ യൂസ് ഇന്റിജർ ഓപ്പറാൻഡ്സ്. ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് ഇന്റിജർ ഓപ്പറാൻഡ്സ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ യൂസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറാൻഡ്സ്. അപ്പം ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിന്റെ ഓപ്പറാൻഡ്സ് എപ്പോഴും ഇന്റിജർ വാല്യൂ ആയിരിക്കും. ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന റിസൾട്ടും ഇന്റിജർ റിസൾട്ട് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ വാല്യൂ എപ്പോഴും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറാൻഡ്സ് ആയിരിക്കും. അതിന്റെ റിസൾട്ടും എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇന്റിജർ എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, മോഡ്. ഇത് അഞ്ചുമാണ് ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ്. അതിനകത്ത് ഈ മോഡുലസ് ഓപ്പറേറ്റർ, ഈ മോഡുലസ് എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് വിത്ത് ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. മോഡുലസ് ഓപ്പറേറ്റർ ഈസ് ആൾവേസ് യൂസ്ഡ് ഓൺലി വിത്ത് ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഒരിക്കലും ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനോടൊപ്പം മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാറില്ല. ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷനോടൊപ്പം മാത്രമേ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാറുള്ളൂ. ഇതാണ് എന്ത്? അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. Expression ചോദിച്ചാൽ expression is a combination of operator and operands. According to the type of operator used, expressions are classified into three types. And first type ആണ് arithmetic expression. Arithmetic expression is formed by using arithmetic operators. It is again classified into two types: integer arithmetic expression and floating point arithmetic expression. Integer arithmetic expressions are formed using integer operands. Floating point arithmetic expressions are formed using floating point operands. ആ ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷനകത്തും ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് എക്സ്പ്രഷനകത്തും വരുന്ന റിസൾട്ട് ഇന്റിജർ എക്സ്പ്രഷൻ ആണെങ്കിൽ ഇന്റിജർ റിസൾട്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ടും കിട്ടും. ഈ ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷനോടൊപ്പം മാത്രം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ. അപ്പൊ മോഡുലസ് ഓപ്പറേറ്റർ ഈസ് ഓൺലി യൂസ്ഡ് വിത്ത് ഇന്റിജർ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? When an expression is formed using relational operators, it is known as relational expressions. Relational operator ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻസിനെ പറയുന്ന പേരാണെന്ത്? റിലേഷണൽ ഓപ്പറേറ്റർ. അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പൊ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻസിനെ പറയുന്ന പേരാണെന്ത്? റിലേഷണൽ എക്സ്പ്രഷൻസ്. Relational expressions are formed using relational operators. ഈ എക്സ്പ്രഷന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ഓപ്പറാൻഡ്സ് ഓഫ് ഓൾ റിലേഷണൽ എക്സ്പ്രഷൻ വിൽ ബി ന്യൂമറിക്കൽ വാല്യൂ. ഓപ്പറാൻഡ്സ് എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. എന്നാൽ അതിന്റെ റിസൾട്ട് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. അപ്പൊ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആയിരിക്കും? ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. നമ്പേഴ്സ് ആയിരിക്കും, ന്യൂമറിക്കൽ വാല്യൂസ്. എന്നാൽ റിസൾട്ട് എപ്പോഴും either true or false ആയിരിക്കും. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതാണ് റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പൊ റിലേഷണൽ എക്സ്പ്രഷൻസ് ആർ ഫോംഡ് യൂസിങ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Operands are always numerical value. Result is true or false value. ഇതാണ് റിലേഷണൽ എക്സ്പ്രഷൻസ്. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ എക്സ്പ്രഷൻസ്. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോജിക്കൽ എക്സ്പ്രഷൻ ഈസ് ഫോംഡ് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കും ഫോം ചെയ്യുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ, ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ആണ്, ഇത് റിലേഷണൽ എക്സ്പ്രഷൻസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് വാല്യൂസ് ആയിരിക്കും. ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വാല്യൂസ് ആയിരിക്കും. അതിന്റെ റിസൾട്ടും എന്തായിരിക്കും? റിസൾട്ടും എപ്പോഴും ട്രൂ ഓർ ഫാൾസ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഓപ്പറാൻഡ്സ് ആൻഡ് റിസൾട്ട് ആർ ഓൾവേസ് ട്രൂ ഓർ ഫാൾസ് വാല്യൂസ്. അവിടെ ഈ ആൻഡ് മോറിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞായിരുന്നു, ബൈനറി ആണ്. അപ്പൊ രണ്ട് എക്സ്പ്രഷൻ വേണം, നോട്ടിന് ഒരു എക്സ്പ്രഷൻ മതി. ഇനി ആൻഡിനകത്ത് എപ്പോഴാണ് ട്രൂ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് എക്സ്പ്രഷന്റെയും വാല്യൂ ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് ട്രൂ വരും, അതർവൈസ് ഫാൾസ് ആയിരിക്കും.
or ആണെങ്കിലോ either of the expression is true, result is true. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ എന്നാൽ റിസൾട്ട് ട്രൂ വരും, അല്ലാത്ത സമയത്തെല്ലാം ഫാൾസ് ആയിരിക്കും. നോട്ട് ആണെങ്കിൽ if the expression is true, എക്സ്പ്രഷൻ ട്രൂ എന്നാൽ റിസൾട്ട് ഫാൾസ് ആയിരിക്കും, എക്സ്പ്രഷൻ ഫാൾസ് വന്നാൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. അതൊക്കെ നമുക്ക് ക്ലാസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും ലോജിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ ലോജിക്കൽ എക്സ്പ്രഷൻ ഈസ് ഫോംഡ് യൂസിംഗ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എക്സ്പ്രഷനെ പറയുന്ന പേരാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. അതിന്റെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് either ട്രൂ ഓർ ഫാൾസ്, റിസൾട്ടും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഇതാണ് എക്സ്പ്രഷൻ. അപ്പൊ എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് operator and operands. According to the type of operator used, expressions are classified into three types: arithmetic expression, relational expression, logical expression. Arithmetic expressions are formed using arithmetic operators. It is again classified into two types: integer arithmetic expression and floating point arithmetic expression. Integer arithmetic expressions are formed using integer operands, and floating point arithmetic expressions are formed using floating point operands. The operands and result of all arithmetic expression will be numerical value. Operands എന്ന് പറയുന്നത് ഓപ്പറാൻസ് എപ്പോഴും എന്തായിരിക്കും? നമ്പർ ആയിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടും എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ന്യൂമറിക്കൽ വാല്യൂ തന്നെയായിരിക്കും. ആരുടെ കേസിൽ? അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ കേസിൽ. എന്നാൽ റിലേഷണൽ എക്സ്പ്രഷൻ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഫോംഡ് യൂസിംഗ് റിലേഷണൽ ഓപ്പറേറ്റർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു. അവിടുത്തെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, ബട്ട് റിസൾട്ട് വിൽ ബി ട്രൂ ഓർ ഫാൾസ് വാല്യൂ. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് യൂസിംഗ് ലോജിക്കൽ ഓപ്പറാൻസ്, ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതിന്റെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും, റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്സ്പ്രഷനകത്ത് എപ്പോഴെങ്കിലും ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൂടുതലും അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറാൻസ് വെച്ചാണെങ്കിൽ, അതായത് ഇന്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറാൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്തത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്റിജർ എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് ഇന്റിജർ ആയിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം അല്ലെങ്കിൽ ഇവാലുവേറ്റ് മിക്സഡ് മോഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. മിക്സഡ് മോഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടൈപ്പ് കൺവേർഷൻ ഉപയോഗിക്കുന്നത്. മിക്സഡ് മോഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? When an arithmetic expression is formed using different types of operands, പലതരത്തിലുള്ള ഓപ്പറാൻഡ്സ് ഉപയോഗിച്ചാണ് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതെങ്കിൽ it is known as mixed mode arithmetic expression. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ. Type conversion എന്ന് വെച്ചാൽ it is a process of converting one data type into another data type, അല്ലെങ്കിൽ one data into another data. ഒരു ഡേറ്റയെ മറ്റൊരു ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ. അത് എത്ര രീതിയിൽ പെർഫോം ചെയ്യാം? It can be performed in two ways. രണ്ട് രീതിയിൽ ഈ ടൈപ്പ് കൺവേർഷൻ എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷൻ അതിനറിയപ്പെടുന്ന വേറൊരു പേര് ടൈപ്പ് പ്രൊമോഷൻ. രണ്ടാമത്തെ പേര് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. അതിനറിയപ്പെടുന്ന പേര് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പം ടൈപ്പ് കൺവേർഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ ടു വേസ്: implicit conversion and explicit conversion. Implicit conversion is also known as type promotion. Explicit conversion is also known as typecasting. Implicit conversion is performed by the compiler. അപ്പോൾ compiler perform ചെയ്യുന്ന കൺവേർഷനെ പറയുന്ന പേര് implicit എന്നും, explicit conversion is performed by the programmer. പ്രോഗ്രാമർ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും? explicit എന്ന് പറയും. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ. അത് പെർഫോം ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ മിക്സഡ് മോഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. മിക്സഡ് മോഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ടു ടൈപ്സ്: implicit conversion and explicit conversion. Implicit conversion is performed by the compiler and it is also known as type promotion. Explicit conversion is performed by the programmer and it is also known as type casting.